എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ കോർഡിലേറ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 8.1 ആണ് ഇന്ന് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ദ ആംഗിൾസ് ഓഫ് എ കോർഡിലേറ്റർ ആർ ഇൻ ദ റേഷ്യോ 3:5:9:13. ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ കോർഡിലേറ്റർ. എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റ് ABCD ഒരു കോർഡിലേറ്റർ ABCD ബി കോർഡിലേറ്റർ. ഇതിൽ നമുക്ക് ആംഗിൾസ് റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അതായത് ആംഗിൾസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:5:9:13 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോർഡിലേറ്ററിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അറിയാം. അതായത് എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 3x, ആംഗിൾ ബി എന്ന് പറയുന്നത് 5x. ആ റേഷ്യോ മാറ്റാൻ വേണ്ടിയിട്ട് ആംഗിൾ സി ഈക്വൽ ടു 9x, ആംഗിൾ ഡി ഈക്വൽ ടു 13x. അപ്പൊ ഇതിന്റെ എല്ലാം കൂടിയിട്ടുള്ള സമ്മാണ് 360 ഡിഗ്രി. അപ്പൊ 3x പ്ലസ് 5x പ്ലസ് 9x പ്ലസ് 13x ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പൊ ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. 3 പ്ലസ് 5 8, 8 പ്ലസ് 9 17, 17 പ്ലസ് 13 30. 30x is equal to 360 degree. X is equal to 360 by 30 is equal to 12. X 12 കിട്ടിക്കഴിഞ്ഞാൽ for angle A equal to 3 into 12. 3 into 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36. Angle B equal to 5 into 12. 5 into 12 എന്ന് പറയുമ്പോൾ നമുക്ക് 60 കിട്ടി. Angle C equal to 9 into 12. 108 കിട്ടി. ഇനി ആംഗിൾ ഡി എന്ന് പറയുന്നത് 13 into 12 ആണ്. 13 into 12 എത്രയാണ്? 156. എല്ലാ ആംഗിൾസും കിട്ടി. ആംഗിൾ എ 36 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി, ആംഗിൾ സി 108 ഡിഗ്രി, ആംഗിൾ ഡി 156 ഡിഗ്രി. Second question, if the diagonals of a parallelogram are equal, then show that it is a rectangle. അപ്പോൾ ഇവിടെ ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് എ സിയും ബി ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമുക്കറിയാം റെക്റ്റാങ്കിളിന്റെ ആംഗിൾസും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് നോക്കാം. ഗിവൺ ABCD is a parallelogram. ABCD is a parallelogram. പിന്നെ എന്തൊക്കെയാണ് ഗിവൺ? AC is equal to BD. അതിന്റെ ഡയഗണൽസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ABCD is a rectangle. റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി പ്രൂഫ് അതിൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. അതായത് ഈ ആംഗിൾ നമുക്ക് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ ACBയും എടുക്കുക. ഈ ട്രയാങ്കിൾ ABD ട്രയാങ്കിൾ ACD ഇത് രണ്ടിലും ACBയും, അതായത് ട്രയാങ്കിൾ ABDയിലും ട്രയാങ്കിൾ ACBയിലും AB ഈക്വൽ ടു AB കോമൺ ആയിട്ടുണ്ട്. AB ഈക്വൽ ടു AB കോമൺ. പിന്നെ നമുക്ക് ഡയഗണൽസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് AC is equal to BD ആണ് ഡയഗണൽസ്. പിന്നെ പാരലോഗ്രാം ആയതുകൊണ്ട് അതിന്റെ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. AD ഈക്വൽ ടു BC. AD ഈക്വൽ ടു BC. റീസൺ പാരലോഗ്രാം ആണ്, അതുകൊണ്ട് അതിന്റെ പാരലൽ സൈഡ്സ് ഈക്വൽ ആയി. അപ്പൊ ഇവിടെ 3 സൈഡ്സ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് therefore by SSS congruency rule triangle ABD congruent to triangle ACB. അപ്പൊ ആ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആയാൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അതായത് ആംഗിൾ DAB നമുക്ക് A 90 ഡിഗ്രി പ്രൂവ് ചെയ്യേണ്ടത് അത് പറയാം. ആംഗിൾ DAB ഈക്വൽ ടു angle DAB equal to angle CBA. അപ്പോൾ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയി. ബൈ CP CT.
ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ CBA. അത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്കറിയാം AD പാരലൽ ടു BC ആണ്. AD പാരലൽ ടു BC ആണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, ഇവിടെ ട്രാൻസ്വേഴ്സൽ AC, AD പാരലൽ ടു BC, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. അപ്പോൾ ആംഗിൾ DAB ആംഗിൾ CBA ഈക്വൽ ആയി CPCT AD പാരലൽ ടു BC ആണ്. AD പാരലൽ ടു BC ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആണ്. അതായത് കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ DAB പ്ലസ് ആംഗിൾ CBA ഈക്വൽ ടു 180. അപ്പോൾ അവിടെ റീസൺ എഴുതുക, കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ്, കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ DAB, ഇപ്പോൾ AD പാരലൽ ടു BC ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും പാരലലിന് ഉള്ളിലുള്ള രണ്ട് ആംഗിൾ ആണ് ഇത്, DAB പ്ലസ് ആംഗിൾ CBA. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് DAB ഈക്വൽ ടു CBA ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? അതായത് ഈ CBAന്റെ പ്ലേസിൽ നമുക്ക് DAB തന്നെ കൊടുക്കാം. അപ്പോൾ എന്തായി? DAB പ്ലസ് DAB, ആംഗിൾ DAB പ്ലസ് ആംഗിൾ DAB ഈക്വൽ ടു 180. അപ്പൊ നമുക്ക് അതിനെ 2 times ആംഗിൾ DAB ഈക്വൽ ടു 180 ഡിഗ്രി എഴുതാം. അങ്ങനെയാണെങ്കിൽ DAB ഈക്വൽ ടു 180/2, ആംഗിൾ DAB ഈക്വൽ ടു 180/2 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. 90 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് DAB എന്ന് പറഞ്ഞാൽ ആംഗിൾ A തന്നെ, ആംഗിൾ A 90 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ therefore ABCD ഈസ് എ റെക്റ്റാങ്കിൾ. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് തേർഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലേറ്റർ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ദെൻ ഇറ്റ് ഈസ് എ റോംബസ്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്, അപ്പോൾ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇതെല്ലാം AOB 90 ഡിഗ്രി, AOD 90 ഡിഗ്രി, COD 90 ഡിഗ്രി, COB 90 ഡിഗ്രി. രണ്ട് ഡയഗണൽസ് ACയും BDയും ഡയഗണൽസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് O. അപ്പൊ 90 ഡിഗ്രിയിലാണ്, റൈറ്റ് ആംഗിളിലാണ് ബൈസെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ABCD ഒരു റോംബസ് എന്ന് പ്രൂവ് ചെയ്യണം. ABCD റോംബസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ABCD റോംബസിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു AD എന്ന് പ്രൂവ് ചെയ്യണം. അതായത് റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? ABCD ഈസ് എ ക്വാഡ്രിലേറ്റർ. ഇവിടെ ക്വാഡ്രിലേറ്റർ എന്ന് തന്നിട്ടുണ്ട്. ABCD ഒരു ക്വാഡ്രിലേറ്റർ ആണ്. അതിൽ AC and BD diagonals, AC and BD diagonals ആണ്. Bisect each other at right angles. Right angles ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ABCD ഈസ് എ റോംബസ്. റോംബസ് എന്ന് പ്രൂവ് ചെയ്യണം. ABCD ഒരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂഫ് ഇവിടെ നമ്മൾ ഈ രണ്ട് സൈഡ് നമുക്കിപ്പോൾ അറിയാം AB ഈക്വൽ ടു CD ആണ്. AD ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ അത് പാരലോഗ്രാം ആയിരിക്കും. അതുപോലെ ഇവിടെ AB ഈക്വൽ ടു AD എന്ന് പ്രൂവ് ചെയ്യണം, BC ഈക്വൽ ടു CD എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക, AOBയും AODയും. പ്രൂഫ് ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ AOD ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ടുള്ളത് നോക്കാം. AO ഈക്വൽ ടു AO കോമൺ ആയിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ AOBയിലും AODയിലും AO കോമൺ ആണ്. പിന്നെയോ അതായത് OB ഈക്വൽ ടു OD ആണ്. OB ഈക്വൽ ടു OD ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. അപ്പോൾ OB ഈക്വൽ ടു OD ആയി. ഇവിടെ നമുക്ക് അറിയാം ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ AOD 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ
അപ്പോൾ അതിലെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ആണ് വരുന്നത്. therefore by SAS congruency rule, SAS congruency rule, triangle AOB congruent to triangle AOD, രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ AB ഈക്വൽ ടു AD ബൈ CP CT. അപ്പോൾ AB ഈക്വൽ ടു AD കിട്ടി, നമുക്ക് അതിന് 1 എന്ന് കൊടുക്കുക. അതുപോലെ സിമിലർലി in triangle COD and BOC, triangle BOC യിൽ നമുക്ക് എന്ത് പറയാം, OC ഈക്വൽ ടു OC കോമൺ ആണ്. അതുപോലെ ആംഗിൾ COD ഈക്വൽ ടു ആംഗിൾ BOC. പിന്നെ എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്, OB ഈക്വൽ ടു OD, OB ഈക്വൽ ടു OD. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. ആംഗിൾ സി, അതായത് ട്രയാങ്കിൾ COD പ്ലസ് ട്രയാങ്കിൾ BOC, ട്രയാങ്കിൾ COD കോൺഗ്രുവൻ്റ് ടു, ഇവിടെ ട്രയാങ്കിൾ COD കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ BOC. രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, CB ഈക്വൽ ടു, അതായത് BC is equal to CD by CP CT. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം, AB ഈക്വൽ ടു BC is equal to CD equal to AD. Therefore it is a rhombus. അപ്പോൾ അത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ എല്ലാ സൈഡ്സും ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കുക. ABCD ഒരു ക്വാഡ്രിലേറ്റർ ആണ്. അതിൽ ഡയഗണൽസ് ACയും BDയും ബൈസെക്ട് ചെയ്തിട്ട് റൈറ്റ് ആംഗിൾസ് ആണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABCD ഒരു റോംബസ് ആണ്. ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് ഈ രണ്ട് ട്രയാങ്കിളും AO കോമൺ ആണ്. അതുപോലെ OB ഈക്വൽ ടു OD ആണ്. OB ഈക്വൽ ടു OD ആയതുകൊണ്ട് പിന്നെ അതിന്റെ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി റൈറ്റ് ആംഗിളിലാണ് ബൈസെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 90 ഡിഗ്രി ആയതുകൊണ്ട് therefore by SAS congruency rule ട്രയാങ്കിൾ AOB കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ AOD ആണ്. സിമിലർലി ഇപ്പുറത്തെ സൈഡ് നമ്മൾ പറയാം, ഇതിന് AB ഈക്വൽ ടു AD ബൈ CP CT, ഇവിടെ BC is equal to CD ബൈ CP CT. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ, AB ഈക്വൽ ടു BC is equal to CD ഈക്വൽ ടു AD കിട്ടി. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത് റോംബസ് ആയിരിക്കും. Fourth question, show that the diagonals of a square are equal and bisect each other at right angles. അതായത് ഇവിടെ ABCD ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വലിനും ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി. അതായത് AC is equal to BD എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ 90 ഡിഗ്രിയിലാണ് ബൈസെക്ട് ചെയ്യുന്നത്. അതായത് AOD COD ഇതൊക്കെ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. AOB എല്ലാ ആംഗിളും ആ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾസ് 90 ഡിഗ്രി എന്നും കൂടി പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. ABCD ഈസ് എ സ്ക്വയർ. ABCD ഈസ് എ സ്ക്വയർ. ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് AC ഈക്വൽ ടു BD എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഡയഗണൽ AC ആൻഡ് BD ബൈസെക്ട് each other at 90 degree. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് AC is equal to BD പ്രൂവ് ചെയ്യാം. ഇതിനു വേണ്ടി ആദ്യം പ്രൂഫ് AC is equal to BD പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ട്രയാങ്കിൾ ABDയും ACB in triangle ABD and ACB, ഇതിൽ AB ഈക്വൽ ടു AB കോമൺ ആണ്. AB ഈക്വൽ ടു AB കോമൺ ആയിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിളിനും AB കോമൺ ആയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? AB ഈക്വൽ ടു AB കോമൺ ആയി. ഇവിടെ AD ഈക്വൽ ടു AB ആണ്. AD ഈക്വൽ ടു BC ആണ്. ഇവിടെ AB കോമൺ ആയി. ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ABDയും ACBയും. അപ്പൊ ഇത് സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? AD ഈക്വൽ ടു BC. AD ഈക്വൽ ടു BC. റീസൺ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് പറയാം. AD ഈക്വൽ ടു BC. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ADയും ഈ ട്രയാങ്കിളിന്റെ BCയും
ഇനി നമുക്ക് ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് ആംഗിൾ സ്ക്വയറിന്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ ഈക്വൽ ടു, അത് രണ്ടും 90 ഡിഗ്രിയാണ്. Therefore by SAS congruency rule, അപ്പോൾ ഇവിടെ രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും ആണ്. ഇതിന്റെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വൽ ആയിട്ട് വരുന്നത്. Therefore by SAS congruency rule, triangle ABD congruent to triangle ACB. രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആയാൽ നമുക്ക് എന്ത് പറയാം? AC is equal to BD. AC is equal to BD by CP CT. അപ്പൊ ആദ്യത്തത് നമ്മൾ പ്രൂവ് ചെയ്തു. ഡയഗണൽസ് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയും ചെയ്യുന്നുള്ളൂ. ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് ആ രണ്ട് ട്രയാങ്കിളിൽ ഏത് റൂളാണോ നമുക്ക് സ്യൂട്ട് ആവുന്നത് നോക്കാം. ഇവിടെ AB ഈക്വൽ ടു AB കോമൺ ആണ്. AD ഈ ട്രയാങ്കിളിന്റെ AD ഈ ട്രയാങ്കിളിന്റെ BCക്ക് ഈക്വൽ ആണ്. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കാരണം സ്ക്വയർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സ്ക്വയർ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് AC is equal to BD by CP CT കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ട്രയാങ്കിൾ AOB യും BOC എടുക്കാം. ഈ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ BOC. ട്രയാങ്കിൾ AOB ആൻഡ് BOC യിൽ OA ഈക്വൽ ടു OC. OA ഈക്വൽ ടു OC ആണ്. അതുപോലെ OB ഈക്വൽ ടു OB, രണ്ടിൽ OB കോമൺ ആയിട്ടുണ്ട്. പിന്നെ എന്ത് പറയാം? AB ഈക്വൽ ടു BC. AB ഈക്വൽ ടു BC. Therefore by SSS congruency rule, triangle AOB congruent to triangle BOC. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആയാൽ അതിന്റെ ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. നമുക്ക് 90 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COB. ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ BOC ഈക്വൽ ടു, അത് രണ്ടും ഈക്വൽ ആയി. എങ്ങനെ? CP CT. അപ്പൊ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയി. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ലൈൻ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി, അതായത് ലീനിയർ പെയർ ആണ്. ഇത്രയും ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC എന്ന് പറയുന്നത് നമുക്ക് 180 ഡിഗ്രി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ആംഗിൾ AOB ഈക്വൽ ടു BOC ബൈ CP CT കിട്ടി. അടുത്തത് ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ AOB പ്ലസ് BOCനെ ആംഗിൾ AOB എന്ന് തന്നെ എഴുതാം, ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് 2 ടൈംസ് ആംഗിൾ AOB ഈക്വൽ ടു 180 ഡിഗ്രി. AOB ഈക്വൽ ടു 180 ബൈ 2 ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഇതും എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബൈസെക്ട് ഈച്ച് അതറായിട്ട് റൈറ്റ് ആംഗിൾസുമായി ഡയഗണൽസ് രണ്ടും ഈക്വൽ ആയി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യത്തേത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ABD യും ACB എടുത്ത് അതിൽ SAS കോൺട്രുവൻസി റൂൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് അതിൽ നമുക്ക് ആംഗിൾ 90 ഡിഗ്രി എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.